നൈറ്റ് ലൈവിൽ അപ്പൊ ടാസ്ക് ഒക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അർജുനും ശ്രീതുവും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഡെൻ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അർജുൻ അപ്പൊ കിടക്കുമായിരുന്നു. ആയിട്ട് ശ്രീതു വന്ന് കിടക്കുമ്പോ അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ എന്നൊക്കെ. അപ്പൊ ശ്രീതു പറഞ്ഞു ഇപ്പൊ ഹാപ്പി ആയിന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അർജുൻ പറഞ്ഞു നീ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ. അപ്പൊ ശ്രീതു പറഞ്ഞു ആദ്യം തന്നെ എന്നെ നന്ദന കൊണ്ടുപോയിട്ട് കുറച്ച് പഠിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ വന്നിട്ട് കുറെ ഹെൽപ്പ് ചെയ്തു. ജാസ്മിൻ എഴുതിയൊക്കെ കാണിച്ചൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിലും ജാസ്മിൻ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നന്ദന പറഞ്ഞിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ശ്രീതു പറയണതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അപ്പൊ ജാസ്മിൻ ചെന്നിട്ട് പ്രത്യേകം വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടൊക്കെയായിരുന്നു ശ്രീതുവിനെ വിട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ആ ചെയ്യണൊക്കെ കാണുമ്പോൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നും ജാസ്മിന്റെ ആ കാര്യങ്ങളൊക്കെ. പിന്നെയും ജാസ്മിൻ അവിടെ പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ജാസ്മിനും കളിക്കാൻ വേണ്ടി നിൽക്കണയാണല്ലോ. പക്ഷെ അതൊന്നും നോക്കിയില്ല. ശ്രീതുവിന് പോയിന്റ് കിട്ടണം നല്ല ആഗ്രഹത്തോടെയായിരുന്നു ജാസ്മിൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു ജാസ്മിനും. അപ്പൊ ജാസ്മിനും നന്ദനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടും കൂടിയാണ് പറയാൻ പറ്റിയെന്നായിട്ട് ശ്രീതു പറയുന്നുണ്ടായിരുന്നു അർജുനോട്. അർജുൻ അപ്പൊ ഉറങ്ങിപ്പോയായിരുന്നല്ലോ. അപ്പൊ കുറെ നേരം എടുത്തോന്നൊക്കെ ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. കുറെ നേരം എടുത്തു. ആദ്യം ശരിക്കും മണിയല്ലായിരുന്നു വിസിലടിച്ചു. പിന്നെയാണ് മണി അടിച്ചത്. എന്നിട്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോ ശ്രീതു കിട്ടിയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുനോട്. അർജുൻ ഉറങ്ങുമായിരുന്നു. അപ്പൊ സിജോ ആയിരുന്നു അർജുനെ വന്ന് വിളിച്ചത്. ടാസ്ക് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് പറഞ്ഞു എല്ലാരും വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അപ്പൊ അർജുനെ വന്ന് വിളിച്ചത്. അർജുന പുറക്കത്തിൽ മണിയൊക്കെ അടിക്കണ കേട്ടായിരുന്നു എന്നൊക്കെ ശ്രീതുവിനോട് പറയുന്നുണ്ടായിരുന്നു. ഒറ്റ ടാസ്കിൽ അപ്പൊ ശ്രീതുവിന് പോയിന്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ടാസ്കിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ശ്രീതുവിന് ഭയങ്കര സന്തോഷമായി. ഒന്നാമത് മലയാളമൊക്കെ പറഞ്ഞ് കിട്ടിയില്ലോ. ഞാൻ പറഞ്ഞു അർജുനെന്നും പറഞ്ഞ് അർജുനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ശ്രീതു. ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളിയായി എന്ന് തന്നെ പറയാം.